നിമിഷപ്രിയ എന്ന പാലക്കാട് സ്വദേശിയായ മലയാളി നേഴ്സ് യമനിലെ ഒരു പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ശിക്ഷ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിസങ്കീർണമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു സംഭവത്തെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും വലിയൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്? എന്തിനാണ് നിമിഷപ്രിയ ഈ ഒരു കൊലപാതകം നടത്തിയത്? ഇതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ഞാൻ അഖിലേഷ് ചന്ദ്രസേന. ഈ ഒരു കഥയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പിട്ട് നമുക്ക് നിമിഷപ്രിയ ആരാണെന്ന് നോക്കാം. പാലക്കാട്ട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ. ഒരു ജോലിക്ക് വേണ്ടി, അതായത് ഒരു നേഴ്സിംഗ് ജോലിക്ക് വേണ്ടി 2011 യമനിലേക്ക് പോകുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഒരു തൊടുപുഴ സ്വദേശിയായ ടോമി തോമസുമായിട്ട് നിമിഷപ്രിയ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു വർഷത്തിന് ശേഷം ഇരുവരും കൂടി യമനിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. മികച്ച വരുമാനം ലക്ഷ്യമിട്ട് നിമിഷയും ഭർത്താവും ചേർന്ന് ഒരു ക്ലിനിക് തുടങ്ങാൻ പിന്നീട് തീരുമാനിക്കുകയാണ്. എന്നാൽ വിദേശികൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ യമനിൽ നിയമം സമ്മതിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു യമൻ പൗരനെ പങ്കാളിയാക്കാൻ വേണ്ടി ഇവർ തീരുമാനിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് നിമിഷപ്രിയ യമൻ സ്വദേശിയായ തലാൽ അബ്ദുൽ മഹിദിയെ പരിചയപ്പെടുന്നത്. നിമിഷ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ തലാലും കുടുംബവും ഒരു ചികിത്സയ്ക്കായി വരുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ പരിചയപ്പെടുകയും പിന്നീട് നിമിഷപ്രിയ തൻ്റെ പ്ലാനുകൾ ഇയാളുമായിട്ട് പങ്കുവെക്കുകയുമാണ്. അതിനുശേഷമായിരുന്നു ഇവർ ഈ ഒരു ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ പ്ലാനുകളും ഇടുന്നത്. ആദ്യം 65% നിമിഷയ്ക്കും അതുപോലെ തന്നെ 35% ഈ ഒരു തലാലിനും കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഈ ഒരു ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഡോക്യുമെൻറ്റിൽ പല കൃത്രിമങ്ങളും കാണിച്ചിട്ടുണ്ടെന്നും പിന്നീട് ആരോപിക്കപ്പെടുന്നുണ്ട്. 2014 സാമ്പത്തിക ബുദ്ധിമുട്ടും യമനിലെ ആഭ്യന്തര കലഹവും കാരണം നിമിഷയുടെ ഭർത്താവ് ടോമി തോമസും മകളുമൊപ്പം കേരളത്തിലേക്ക് തിരിച്ചു പോരുകയാണ്. പക്ഷേ നിമിഷപ്രിയയ്ക്ക് അങ്ങനെ തിരിച്ചു പോരാൻ സാധിക്കുന്നില്ലായിരുന്നു. കാരണം ആ ഒരു ബിസിനസ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ക്യാഷ് ആ ഒരു ബിസിനസ്സിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ കാരണം ആ ഒരു സ്ഥലത്ത് തന്നെ നിമിഷം നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യൻ ഗവൺമെൻറ് പക്ഷേ എല്ലാവരോടും ഈ ഒരു സാഹചര്യം കാരണം തിരികെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിമിഷപ്രിയ അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. തലാലിനെ പങ്കാളിയാക്കി ക്ലിനിക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമേ എല്ലാം നല്ല രീതിയിലായിരുന്നു പോരുന്നത്. എന്നാൽ തലാലുമായിട്ടുള്ള ബന്ധം നിമിഷയ്ക്ക് കടുത്ത ദുരിതത്തിലേക്ക് വഴി തുറന്നു. തലാൽ ക്ലിനിക്കിലെ വരുമാനം തട്ടിയെടുക്കുകയും നിമിഷയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന് പിന്നീട് ആരോപണമുണ്ടായിരുന്നു. തലാൽ നിമിഷയുടെ പാസ്പോർട്ട് പോലും പിടിച്ചെടുക്കുകയും താൻ നിമിഷയുടെ ഭർത്താവാണെന്ന് വ്യാജരേഖകൾ ചമച്ച് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. നിമിഷയ്ക്ക് നാട്ടിലുള്ള കുടുംബവുമായിട്ടുള്ള ബന്ധം പോലും തലാൽ അനുവദിച്ചിരുന്നില്ല. തൻ്റെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് നിമിഷ തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് ഒരു പ്രതിരോധത്തിന് വേണ്ടി തലാലിനെ മയക്കാൻ ശ്രമിച്ചത്. 2017 ജൂലൈ 25 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. തലാലിനെ കെറ്റമൈൻ എന്ന മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കാനാണ് നിമിഷ ശ്രമിച്ചത്. പാസ്പോർട്ട് അവിടുന്ന് എടുത്ത് യമനിൽ നിന്ന് രക്ഷപ്പെടുക, അതായിരുന്നു നിമിഷയുടെ ലക്ഷ്യം. എന്നാൽ മരുന്ന് അമിത ഡോസ് ആയതിനാൽ തലാൽ മരിച്ചു പോവുകയായിരുന്നു. മൃതദേഹം എന്തു ചെയ്യണമെന്നറിയാതെ നിമിഷ പരിഭ്രാന്തിയായി. ഒരു പ്രാദേശിക വനിതയായ ഹനാൻ എന്ന ആളുടെ സഹായത്തോടു കൂടി മൃതദേഹം പല കഷ്ണങ്ങളായിട്ട് മുറിച്ച് വീടിൻ്റെ മുകളിലുള്ള ഒരു ജലസംഭരണി, അതായത് ഒരു വെള്ളം ശേഖരിക്കുന്ന ടാങ്കിൽ ഒളിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ ഒരു ടാങ്കിൽ നിന്നും വലിയ രീതിയിലുള്ള ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ പോലീസിനെ വിവരമറിയുകയായിരുന്നു. പിന്നീട് പോലീസ് വന്ന് അന്വേഷണം ആരംഭിക്കുമ്പോഴായിരുന്നു ഈ ഒരു കൊലപാതകം നടന്നത് പുറം ലോകം അറിയുന്നത്. അങ്ങനെ 2017 ഓഗസ്റ്റിൽ നിമിഷപ്രിയയെയും ഹനാനെയും യമൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2018 നീണ്ട വിചാരണയ്ക്ക് ശേഷം യമനിലെ പ്രാഥമിക കോടതി നിമിഷയ്ക്ക് വധശിക്ഷയും വിധിച്ചു. നിമിഷയ്ക്ക് അറബി ഭാഷ വശമില്ലാത്തതും വിചാരണ വേളയിൽ ഒരു പരിഭാഷകനെയോ അഭിഭാഷകനെയോ സഹായം ലഭിച്ചില്ലെന്നും ആരോപണങ്ങളുണ്ട്. പിന്നീട് യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ 2023 നവംബറിൽ വധശിക്ഷ ശരിവെക്കുകയും കൂടി ചെയ്തതോടെയാണ് ഇത് സങ്കീർണമായി മാറുന്നത്. യമനിലെ ശരിയത്ത് നിയമം അനുസരിച്ച് കൊല്ലപ്പെട്ട ആളുടെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ ബ്ലഡ് മണി എന്ന് പറയും. നിമിഷയുടെ മോചനത്തിനായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിന് ദയാധനം നൽകി നിമിഷയെ മോചിപ്പിക്കാനായിരുന്നു പ്രധാനമായി ശ്രമിക്കുന്നത്. ഇതിനായി നിമിഷയുടെ അമ്മ പ്രേംകുമാരി യമനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. തലാലിൻ്റെ കുടുംബവുമായും ഗോത്ര തലവന്മാരുമായും പല തവണ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചകളൊന്നും ഇതുവരെയും വിജയകരമായിട്ടില്ല. തലാലിൻ്റെ കുടുംബം മാപ്പ് നൽകാൻ ഇതുവരെയും ഇവരുമായിട്ട് തയ്യാറായിട്ടില്ല.
ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂൺ 16 നടപ്പാക്കുമെന്നാണ് സൂചന പുറത്തു വന്നിട്ടുള്ളത്. ഇത് വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നിമിഷയുടെ മോചനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും കത്തയച്ചിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിമിഷയുടെ അമ്മ യമൻ സർക്കാരിനും ഇതുപോലെ അഭ്യർത്ഥിച്ചൊരു കത്തയച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ നടന്നിട്ടുണ്ടെങ്കിലും യമനുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. യമനിലെ നിലവിലെ ആഭ്യന്തര യുദ്ധ സാഹചര്യവും തലസ്ഥാനമായ സന ഹൂത്തി വിമതർ നിയന്ത്രണത്തിലായതുകൊണ്ടും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ എംബസി പോലും സമീപത്തെ രാജ്യമായ ജിബൂട്ടിലാണ് പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടുന്നത് പരിമിതികളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ പോലും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആകെ ആശ്വാസമുള്ള ഒരു കാര്യം, ഇപ്പോൾ കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള സാമൂഹിക നേതാക്കൾ നിമിഷയുടെ മോചനത്തിനായി ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി ജയിലിൽ കഴിഞ്ഞിരുന്ന അബ്ദുൾ ഹമീറിന്റെ കുടുംബവും നിമിഷപ്രിയയുടെ മോചനത്തിനായി സഹായം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അവസാനം കിട്ടിയിരിക്കുന്ന ഒരു അറിവ് പ്രകാരം ഈ ഒരു ചർച്ചകളൊക്കെ ചെറിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും ഈ ഒരു വധശിക്ഷ തൽക്കാലം മരവിപ്പിക്കാൻ തയ്യാറാണെന്നും കുടുംബം സമ്മതിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുടുംബത്തിൽ തന്നെ രണ്ട് വിഭാഗത്തിൽ നിന്ന് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഒരു വിഭാഗം പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് മാപ്പ് കൊടുക്കാമെന്നും പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു കുടുംബം ഈ ഒരു കൊലപാതകം നടത്തിയത് കൊണ്ട് മാപ്പ് ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കുടുംബവുമായിട്ട് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ചർച്ചയിൽ ഈ ഒരു വധശിക്ഷ നടപ്പാക്കിയ ജഡ്ജിമാർ പോലുമുണ്ട്. നിമിഷപ്രിയയുടെ കുടുംബവും അതുപോലെ തന്നെ ഈ ആക്ഷൻ കൗൺസിലും പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാണ്ട് ഈ മരിച്ചുപോയ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള അറിയിപ്പുകളൊന്നും നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുമെന്നും ഈ ഒരു കാര്യത്തിന് നല്ലൊരു തീരുമാനം അല്ലെങ്കിൽ നല്ലൊരു വാർത്ത കിട്ടുമെന്നും നമ്മൾ പ്രതീക്ഷിക്കാം. എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.